വാക്യം. 2 Peter 2:7. അധർമ്മികളുടെ ഇടയിൽ വസിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. നോക്കുക, നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ അകത്ത് നൊന്തു. Inside him, he was so painful in his soul when he see the lawless deeds. അവിടെ താമസിപ്പാൻ അവന്റെ അടുക്കൽ, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൂതന്മാർ യേശു കൂടെ ചെന്നു. To visit him, there were the angels and Jesus who went there. അതിന്റെ 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നു. Genesis 19. ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കാം. ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതോം പട്ടണ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർട്ടി കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോവുകയുമാകാം എന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കു എന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവന്റെ ഏറ്റവും നിർബന്ധിച്ചു. Why he insisted strongly? അവർ അറിയാം ഇത് ദൂതന്മാർ യേശുവാണെന്ന് ലോകത്തിന് അറിയത്തില്ല. Lot did not know that these are the angels and Jesus. ആ നാട്ടിലെ സ്വഭാവം വൃത്തികെട്ടതാണെന്ന് അവൻ അറിയാം. Lot knew that the character of people in that city is not good. അവിടെ പുരുഷന്മാർക്ക് വന്ന് താമസിപ്പാൻ പറ്റിയ ഇടമല്ല. It's not a place where men can come and stay there. അതാണ് ലോത്ത് നാൾതോറും കണ്ട അനീതി പ്രവൃത്തി. That's the lawless deeds which are happening for years together. അത് കണ്ട് അവന്റെ മനസ്സ് നൊന്തു. His soul was completely in pain. എന്നാൽ അവിടെ വന്ന ഈ മൂന്ന് പേരോട്, യേശുവിന്റെ രണ്ട് ദൂതന്മാരുമാണ് അവിടെ ചെന്നത്. Jesus and 2 angels appeared there. അവർ ചെല്ലുമ്പോൾ മൂന്ന് സൗന്ദര്യമുള്ള പുരുഷന്മാരായിട്ട് മാത്രമേ ലോകത്തിന് മനസ്സിലാകുന്നു. Lot can only understand there are 3 handsome people. അവരോട് പറയുകയാണ്, വഴി എന്ന് വെച്ചാൽ ഈ പട്ടണത്തിൽ നിങ്ങൾ പാർക്കരുത്. He said that you do not stay in the city. എന്റെ വീട്ടിൽ വരണം. You have to come to my house. ഞങ്ങൾ ഇവിടെ താമസിക്കണം. They said you stay the water. നിർബന്ധിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. Lot insisted and brought them to his house. എന്തിനാണ് അവരെ നിർബന്ധിച്ച്? Lord, why did you insist? ഇവിടെ പുരുഷന്മാർക്ക് താമസിപ്പാൻ പറ്റിയ ഇടമല്ല. My dear pastor, here man cannot live. ഈ നാട്ടിലെ ഒരു വൃത്തികെട്ട പാപം നടന്നുകൊണ്ടിരിക്കുക. It's a lawless deed and sins are going on in this city. And I'm every day looking at it. I'm very upset about it. So why are you not going from there? Lord, why do you continue to stay there? You are saying that it is not good to stay there. But why are you saying? Over there you are always there. Abraham and everybody is staying on the other side. Over there is everything and there is no problem. Why are you not going there? You came down from the same father. Why are you not going there? You know it is not good. Hallelujah. This is what the attraction of sin is. You know it is not good here. You know it is incorrect. His soul was completely destroyed. So in upsetness he could just go. It is a situation, you know it is incorrect, but you cannot overcome that. After that we see that the angels insisted Lot and his family to run away from there. So they said once they reached their his house that we have come for this purpose and just run away from here.
ലോത്ത് അവിടുന്ന് പോകാൻ താമസിക്കുന്നു. After saying all these things, Lot is delaying of running away from there. അതിന്റെ 15-ാമത്തെ വാക്യം. Verse 15. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ നിർബന്ധിച്ചു. കണ്ടോ, ലോത്തിനെ നിർബന്ധിച്ചു ഉഷസ്സായപ്പോൾ. When the morning dawned, the angels urged Lot. അതിന്റെ 17-ാമത്തെ വാക്യം. 17. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തൊക്കെയും നിൽക്കുകയും വരുത്. നോക്കുക, കൈക്ക് പിടിച്ച് വലിച്ചിറക്കി ഓടാൻ പറഞ്ഞിട്ട് പോലും മടിച്ചു നിൽക്കുന്നതാണ്. Do you see the angel took his hand and told him escape, but he's still insisting to stay back. ഞാൻ രാത്രി മനസ്സിലാക്കി തരുന്നത് പാപത്തിന് നമ്മുടെ മേലുള്ള സ്വാധീന ശക്തിയാണ്. Tonight I'm telling you how sin can attract you. അവന്റെ മനസ്സാക്ഷി പറയുന്നു, മനസ്സ് പറയുന്നു, ഇവിടെ താമസിക്കാൻ കൊള്ളുന്നിടമല്ല, ഇത് വൃത്തികെട്ട സ്ഥലം. His conscience and his mind knows that this place is not good to live and stay alone. അവിടെ വന്ന അവരിലൂടെ അവൻ തുറന്നു പറയും. And he's telling the stranger openly what he's doing. അവന്റെ വീട്ടിൽ അവർ താമസിക്കാൻ വന്നപ്പോൾ ആ പട്ടണക്കാർ വന്ന് ആ വീട് വളർന്ന് ഉണ്ടാക്കിയ വിപ്ലവം അവൻ കണ്ടു. He saw when all the three people came in, the people around them surrounded his house, and എന്നിട്ടും ഓടാൻ അവന് മനസ്സില്ല. but still his heart is not willing to move. ഉഷസ്സായപ്പോൾ ദൂതന്മാർ അവനെ നിർബന്ധിക്കേണ്ടി വന്നു. When it was dawn, the angels had to urge and insist him. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഇടത്തു നിന്ന് മാറുവാൻ നിങ്ങൾ നിർബന്ധിക്കുന്ന അവസ്ഥ വരരുത്. There should not be a situation where God needs to push you off where His presence are there. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്തുള്ള താമസത്തിൽ നിന്ന് നീ മനസ്സോടെ മാറിപ്പോകണം. Already you should move on from the place where God does not like it. അതിന് ആരും നിനക്ക് നിർബന്ധിക്കേണ്ട സ്ഥിതിയിൽ നീ എത്തരുത്. You should not be in a situation where somebody has to force you. Hallelujah. Praise the Lord. Name of Jesus. സഹോദരങ്ങളെ, നമ്മൾ ഒരു കപ്പലാണെങ്കിൽ അതിന്റെ കപ്പിത്താനാണ് നമ്മുടെ മനസ്സ്. If we are a ship, the captain of that ship is our conscience. നമ്മളൊരു കാറാണെങ്കിൽ അതിന്റെ ഡ്രൈവറാണ് നമ്മുടെ മനസ്സ്. If we are a car, the driver is our mind. നമ്മുടെ മനസ്സ് അതാ തീരുമാനിക്കേണ്ടത് ഈ വണ്ടി എങ്ങനെ ഓടിക്കുന്നത്. We and our mind should control how this vehicle should move. വണ്ടി ഓടില്ല, വണ്ടി ഓടിക്കുക. It doesn't move by itself, we drive it. വിമാനം പറക്കുകയല്ല, വിമാനം പറപ്പിക്കുക. The airplane does not just fly by itself, it has been flew by somebody. ഇത് ഇടത്തോട്ട് പോകണം, വലത്തോട്ട് പോകണം, മുന്നോട്ട് പോകണം, പുറകോട്ട് പോകണം, പോരാളത്തിൽ നിൽക്കണോ തീരുമാനിക്കുന്നത് കാറല്ല, കാറിന്റെ ഡ്രൈവർ. The car by itself does not decide to take a left or a right or to stop. It is the driver who decides it. Hallelujah. നിന്റെ മനസ്സ് നിന്നെ നിയന്ത്രിക്കുന്നു. Your mind controls you. ആ മനസ്സ് നിന്നെ നിയന്ത്രിക്കുമ്പോൾ ആ മനസ്സ് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആക്കണം. If your mind is controlling you, you have to abide in accordance to God. അത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്. That's how you renew your mind in accordance to God's will. പൗലോസ് റോമർക്കാർക്ക് പറഞ്ഞത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാല് ശരീരം യാഗമായി ദൈവത്തിന് കൊടുക്കാൻ കഴിയും. That's what Romans Paul says, that if you renew your mind, only then you can offer your body as a living sacrifice. ശരിയാകാതെ കാർ നേരെ പോകത്തുള്ളൂ. In short, if the driver is correct, the car can go accordance. നീ എന്താണോ പാവത്തിൽ നീ തുടരുന്നത്? Do you know why you continue in your sinful nature? പാവമാണെന്ന് മനസ്സിലാക്കാറുള്ളത്. It's not because you have no sin. പാവത്തിന്റെ അകത്തുനിന്ന് ശക്തി അറിയാവുന്നതുകൊണ്ടല്ല. It's not because you know what sin is in you. അതിന്റെ അവസാനം നാശം അറിയാവുന്നതുകൊണ്ടല്ല. It's not because the end you do not know the destruction. മനസ്സ് ശരിയാകാത്തതുകൊണ്ടാണ്. Your mind is not in the right place. Hallelujah. Hallelujah. Praise the Lord. Name of Jesus. Hallelujah. Hallelujah. അതുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. So you have to renew your mind and come back. നല്ല ഭാഷയെ പറഞ്ഞാൽ നീ ശരിയല്ലെന്നാണ്. In the correct terms, you are not going in the correct way. Hallelujah. അതാ വേദപുസ്തക സത്യം. That is the reality and truth of the Bible. പാപത്തിന്റെ മേൽ നമുക്ക് ശക്തി വേണം, പാപം നമ്മുടെ മേൽ ശക്തിപ്പെടരുത്.
We should be above sin. Sin should not be above us. നാം ആയിരിക്കണം പാപത്തിന്റെ മേലുള്ള ശക്തി. We should be above sin always. കയ്യിനോട് ദൈവം പറഞ്ഞു, നീ അതിനെ കീഴ്പ്പെടുത്തണം. God told Cain, you have to subdue it. ഞാൻ നിനക്ക് കീഴ്പ്പെടുത്തി തരാമെന്നല്ല ദൈവം പറഞ്ഞു. God did not send you the I will do it for you. 100 ദൂതന്മാരെ നിനക്ക് സപ്പോർട്ട് ചെയ്ത് അയക്കാമെന്നല്ല പറഞ്ഞു. God did not tell him to give you 100 angels to support you. നീ അതിനെ കീഴ്പ്പെടുത്തണം. You have to subdue it. അതിന്റെ വാതിൽക്കൽ കിടക്കുന്നു. He is in the door. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. The attraction is for you. നീ അതിനെ കീഴ്പ്പെടുത്തണം. You have to subdue that sin. Name of Jesus. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നതാണ് പാപം. It only means that we as a person can overcome that sin. അങ്ങനെയാണെങ്കിൽ നാം ദുഷ്ടതയെ, തിന്മയാണെന്ന് മനസ്സിലാക്കിയിട്ട്, തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ, വീണ്ടും അവിടെ തന്നെ തങ്ങുന്നെങ്കിൽ, അതിന്റെ അർത്ഥം നമുക്ക് അതിനോട് താല്പര്യമുണ്ട്. If we know that it is a sinful thing and we continue it, which means that we are attracted to അവിടെയാണ് it. ഭാഷാപ്രയോഗത്തിൽ നീതിമാൻ വലഞ്ഞു. Or in the real terms, the righteous man has gone away. നീതിമാൻ പലപോലെ തഴയ്ക്കുമെന്നല്ലേ? The righteous man will be like the pine. നീതിമാൻ അനുഗ്രഹിക്കപ്പെടുമെന്നല്ലേ? The righteous man will be blessed. എന്നാൽ പരിശുദ്ധാത്മാവ് എഴുതേണ്ടി വന്നു, നീതിമാൻ വലഞ്ഞു പോയി. The Holy Spirit will write that the righteous person has gone. എന്നെ അത് ഒത്തിരി ചിന്തിപ്പിക്കുന്നു സഹോദരൻ. It reminds me a lot of things. ഇത് സത്യമാണ്, ഇതാണ് ശരിയെന്ന് അറിഞ്ഞിട്ട് വലഞ്ഞു പോകുന്നത് എത്രയോ ഭയം. Even though we know that this is the right thing, many times we are scattered. Praise the Lord. Hallelujah. അത് ഗൗരവമായി ദൈവമക്കൾ ചിന്തിക്കണം. You have to understand it seriously. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാനോ ലേഖനം എഴുതാനോ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ നന്നായി ചെയ്യത്തില്ലേ? Let me ask you, if I tell you to write something about love, wouldn't you do it in a good way? സത്യത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ നന്നായി എഴുതത്തില്ലേ? If I tell you to write about truth, wouldn't you write it well? കുടുംബ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ നന്നായി എഴുതത്തില്ലേ? To write about a family life, wouldn't you write it good? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പുരുഷന്മാർ ഒരു ലേഖനം എഴുതാനോ ഒരു പ്രസംഗം പ്രസംഗിക്കാനോ പറഞ്ഞാൽ, കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ ആരെങ്കിലും പറയുമോ എഴുതുമോ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ വെറുപ്പിക്കുകയും ഉപദ്രവിക്കുകയും? If any person, a male person or church get an opportunity to preach about family life, would they preach here, hate your wife? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരോട് പ്രസംഗിക്കാനോ ഉപന്യാസം എഴുതാനോ പറഞ്ഞാൽ അവർ എഴുതുമോ? സഹോദരിമാരെ ഭർത്താക്കന്മാരെ ഉപദ്രവിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും? If any of our sisters is given the opportunity to preach or write, will they write, torment or do anything against your husband? ഏതെങ്കിലും മക്കളോട് പറഞ്ഞാൽ അവരെ പ്രസംഗിക്കുമോ? നിങ്ങളുടെ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും? If children are given an opportunity to write or preach, will they write, just go against your parents? ഒരു വിഷയം നിങ്ങൾക്ക് തന്നാൽ ആ വിഷയത്തെക്കുറിച്ച് നന്നായി നിങ്ങൾ പ്രസംഗിക്കത്തില്ലേ? If a topic is given to you, wouldn't you preach good about it? നന്നായി ഉപദേശിക്കത്തില്ലേ? Wouldn't you just exalt in a good way? നിങ്ങളുടെ ജീവിതത്തിലോ? But what about your life? ഞാൻ സോമപാസ്റ്ററോട് പറയുകയാണ്, സോമപാസ്റ്ററെ ഭാര്യയെ സ്നേഹിക്കണം. സോമപാസ്റ്റർ ഭാര്യയോട് പറയുകയാണ്, സഹോദരി ഭർത്താവിനെ സ്നേഹിക്കണം. അതല്ല ഒന്നാമത് ഞാൻ ചെയ്യണമെന്നുള്ളതാണ്. I am advising our pastor Solomon to love his wife and vice versa. That is not the first thing. I have to do that. ഹല്ലേലൂയ. Hallelujah. ഞാൻ രാജുവിനോട് പറയുകയാണ്, മക്കളെ സ്നേഹിക്കണം, മക്കളെ പോറ്റിപ്പുലർത്തണം, മക്കൾക്ക് വേണ്ടി കരുതണമെന്ന് ഞാൻ പറയുന്നതല്ല ഒന്നാമത്. എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നതാണ് എന്റെ ജീവിതം ഒന്നാമത്. I am telling Uncle or the Raju uncle about you should love your children and you should care for them and do everything. That is not a priority. I have to do it. ഞാൻ നിങ്ങളോട് പരമാർത്ഥമായി പറയുകയാണ് സഹോദരങ്ങളെ, നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകുകയല്ല. Let me tell you in a very good way. It's not we are distorted because we do not know about it. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തെക്കുറിച്ചോ ദൈവഭയത്തെക്കുറിച്ചോ സത്യത്തെക്കുറിച്ചോ വിശുദ്ധിയെക്കുറിച്ചോ നിങ്ങളോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നന്നായി ചെയ്യും. That's what I'm telling you. If I tell you to preach about love or any topic, you will do it a good way. കാരണം നിങ്ങൾക്ക് ആ വിഷയം അറിയാവുന്നതല്ലേ? It's because you know about it. നിങ്ങൾക്ക് അറിയാവുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല? If you are knowing about it, why are you not able to abide in it? അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. That's what has happened to you. You know it is not good to stay in this place because your heart is painful.
That's the Roman sea. It's not sometimes. Every single day he's looking at it and every day the Roman sea is happening. And there is a meeting of place. Hallelujah. 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 Name of Jesus. ഇവിടെയാണ് നാം തോറ്റുപോകുന്നത്. Here is our failure. തെറ്റാണെന്ന് മനസാക്ഷിയിൽ കൂടി പരിശുദ്ധാത്മാവ് അനേക പ്രാവശ്യം പറഞ്ഞിട്ടും അതനുസരിക്കാതിരിക്കുന്നെങ്കിൽ ദൈവം തള്ളിക്കളയും. If the Holy Spirit has spoken to you several times in your heart, it is not correct. You don't listen to it. God will throw you away. He threw away Lucifer. You don't want to follow his army. He's carrying the prisoner in the wilderness. Satan is going to be in the great house. Everybody will have the name of the book of life. He's thrown away in the house. ദൈവം തള്ളിക്കളഞ്ഞൊരു വലിയ പട്ടികയുണ്ട്. There was a huge number of people who he threw away. ആദമിനെയും ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. Adam and Eve were just outside the garden. എന്നാൽ കയീനെ ദൈവം ആട്ടിക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. But it's wherefore Cain was completely taken away. തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് എഴുതുന്നതും ദേശത്ത് നിന്ന് ആട്ടിക്കളഞ്ഞു എന്ന് പറയുന്നതും രണ്ടാണ്. To take you out of a garden and to just throw you out of a city is two different things. ഇവിടെ നിന്ന് മാറിയിരിക്കാമോ എന്ന് ചോദിക്കുന്നതും നീ ഇറങ്ങിപ്പോ എന്ന് പറയുന്നതും രണ്ടല്ല. If they're telling you to just move to the next seat or to just get out from here, it's two different things. ദൈവം get out എന്ന് പറയുന്നതാണ് ഇതിന്റെ അർത്ഥം. It means that God says get out from here. ദൈവം മാറ്റിയെടുക്കുന്നതല്ല. It's not that He's replacing us. God is forsaking you. Hallelujah. ദൈവം പറയാം നീ എന്നെ വിട്ട് ശാപഗ്രസ്തനായി ഭൂമിയിൽ ഉഴലാൻ പോകാനാ കൈയോട് പറഞ്ഞത്. God told Cain that just leave the presence that God tried. അപ്പോഴാ കഴിയുന്നത് നീ നിന്റെ സന്നിധിയിൽ എന്നെ ആട്ടിക്കളയുന്നു. God said you are rebuking me from your presence. Hallelujah. ആദാം ഹവ്വമാർക്ക് സംഭവിച്ചതല്ല കയീന് സംഭവിച്ചത്. What has happened to Adam and Eve is not what happened to Cain. ഹല്ലേലൂയ. ഒരബദ്ധം സംഭവിക്കുന്നതും ഒരു മനഃപൂർവ്വം ചെയ്യുന്നതും വ്യത്യാസം. A mistake occurring mistakenly and you doing it deliberately is two different things. നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. Let us fear God this ഞാൻ evening. ഇന്ന് രാത്രി എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. I'm not extending my words this evening. എന്റെ ഹൃദയം വേദനിച്ചതുകൊണ്ടാണ് ഞാനിത് പ്രസംഗിച്ചത്. The reason why I preach is because my heart was pained. ആരെയും ദൈവം തള്ളിക്കളയാതിരിക്കട്ടെ. Let God not throw any one of us. ദൈവം തള്ളിക്കളഞ്ഞ If God throws us, സഹായിപ്പാൻ ആരും കാണും. there will be no one to deliver you. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരിൽ കൂടിയാലും ലൂസിഫർ രക്ഷിപ്പാൻ കഴിയും. Even though the entire mankind come together, they cannot save Lucifer. സൈന്യത്തെ രക്ഷിപ്പാൻ കഴിയും. They cannot save Pharaoh's army. ഇസ്രായേൽ രക്ഷിപ്പാൻ കഴിയും. They cannot save the righteous scattered in the wilderness. ആരെ രക്ഷിപ്പാൻ കഴിയും. Who are in the heaven, they cannot save them. തള്ളിക്കളഞ്ഞാൽ If God throws you, you're lost. ദൈവം വലിയവനാണ്. God is great. ദൈവത്തെ Let us fear God in this. യേശു നല്ല. God is great. പാപത്തെ
രാത്രിയും ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത തിരുവെഴുത്ത് സ്തോത്രം. നമ്മോട് ദൈവം സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, യാദൃച്ഛികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ദൈവം എല്ലാം നന്നായി ചെയ്യും. എത്ര വലിയ പ്രതീക്ഷയോടെയാണ് ലൂസിഫറിനെ ദൈവം ഉണ്ടാക്കിയത്. എന്തെല്ലാം അവന് തിളങ്ങുവാനും അവന് ഭംഗിയുണ്ടാക്കുവാനും ഏതെല്ലാം വിധത്തിൽ ദൈവം അവനെ സഹായിച്ചു. എന്നാൽ ദൈവത്തിന് അവനെ തള്ളിക്കളയുന്നു. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനത്തെ എത്ര വേദനയോടെയാണ് ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടത്. അവർക്ക് മന്നാ കൊടുത്തപ്പോ, പാറയിലെ വെള്ളം കൊടുത്തപ്പോ, മേഘസ്തംഭത്തിൽ അവരെ നടത്തിയപ്പോ, അവരോട് വസിക്കുവാൻ ഇറങ്ങി വന്ന ദൈവം, ഓ ഹല്ലേലൂയ, അന്ന് അവരെ പുറപ്പെടുവിച്ച ദിവസം ഒരു ബലഹീനം ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം എല്ലാവർക്കും ദേഹത്ത് സൗഖ്യം കൊടുത്ത ദൈവം, ആരോഗ്യം കൊടുത്ത ദൈവം എത്ര വേദനിച്ചാണ് മരുഭൂമി അവരെ തള്ളിയിട്ടത്. ദൈവമെതിരെ ദൈവത്തെ ദൈവത്തിന് സന്തോഷമുണ്ടായിട്ടല്ല, ദൈവം നീതിമാനാണ്. ദൈവത്തിന് നിന്റെ മുമ്പാകെ അവൻ ഉത്പാദിപ്പാൻ കഴിയത്തില്ല. ദൈവം സ്നേഹം മാത്രമല്ല, ദൈവം നീതിയാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. കർത്താവേ, ലോത്തിനെ പോലെ തെറ്റാണ്, ശരിയല്ല, അധർമ്മമാണ്, ഇത് വേദനിപ്പിക്കുന്നതാണ് എന്ന് അറിഞ്ഞിട്ടും വീണ്ടും അതിൽ തന്നെ തങ്ങുന്ന അനുഭവം എനിക്കുണ്ടാകരുത്. ആരും നിർബന്ധിക്കാതെ യാത്ര ചോദിക്കാൻ എനിക്ക് കഴിവ് തരണം. ആരും നിർബന്ധിക്കാതെ ഈ പാപത്തിന്റെ മേൽ ജയമെടുപ്പാൻ എനിക്ക് പ്രാപ്തി തരണം. എന്റെ മനസ്സ് അതിനുവേണ്ടി പുതുക്കേണ്ടതിന് എന്നെ ശക്തീകരിക്കണം. ഞാൻ നിശ്ചയമാണ്. പിശാചനും അവന് ദൂതന്മാർക്കുമാണ് ഒരുക്കിയത്. അവിടെ അവരെയാണ് തള്ളുന്നതിനാൽ എന്നെ കൂടെ അവിടെ തുള്ളത്. ഈ ഭൂമിയിലെ നല്ലൊരു അടക്കം
ഈ ഭൂമിയിൽ കുറെ മനുഷ്യർ പൊക്കി പറയുന്നത് അല്ല കർത്താവേ വലുത്, അങ്ങനെ കുറിച്ച് എന്ത് പറയും? അതാണ് വലുത്. അതിനെ പ്രാപ്തിയുടെ വ്യക്തിയാണ്. ദൈവഭാഗം നമുക്ക് നമ്മെ സമർപ്പിച്ചേൽപ്പിച്ചു. ഞാൻ പലപ്പോഴും ആശ്വാസം തോന്നും. വിടുതലിന്റെ സന്ദേശമൊക്കെയാണ് കേൾക്കുന്നത്. സഹോദരങ്ങളെ, രോഗത്തിൽ നിന്നുള്ള വിടുതലല്ല വലുത്, പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. രോഗം വന്നാൽ ഈ ശരീരത്തിൽ നിന്ന് നാം പോകേണ്ടി വന്നേക്കാം. എന്നാൽ പാപം വന്നാൽ ഈ ശരീരത്തിൽ നിന്ന് പോകുകയല്ലോ, എന്നേക്കും ദൈവത്തിൽ നിന്ന് പോകും. ദൈവത്തിൽ നിന്ന് പോകരുത്, അതാണ് വലുത്. ദൈവത്തിൽ നിന്ന് പോകുമോ ദൈവത്തിൽ താഴ്ത്തി കൊടുക്കാം. ആത്മാർത്ഥമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയും ദൈവം നല്ലത്. അവസരത്തിനായി ജോലി